എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ മെയ് 15-ാം തീയതിയാണ് SSLC റിസൾട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു മെയ് 17-ാം തീയതി മുതൽ അപേക്ഷ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധാരണത്തിൽ SSLC റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത്. പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് രണ്ട് വിഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് റെഗുലർ വിഭാഗമാണ്. അതായത് 10th യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിഭാഗത്തിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. 10th യോഗ്യത എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞതോ ഡിഗ്രി കഴിഞ്ഞതോ അല്ലെങ്കിൽ PG കഴിഞ്ഞതോ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി റെഗുലർ വിഭാഗത്തിൽ 10ാം ക്ലാസ് യോഗ്യത വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി വിഭാഗം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഒരു ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ക്ലാസ്, അതായത് സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പറ്റും. അതായത് 3rd സെമസ്റ്ററിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. ലാറ്ററൽ എൻട്രിക്ക് അപേക്ഷിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ +2-ന് സയൻസ് വിഷയത്തിൽ, അതായത് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്നിങ്ങനെയുള്ള ഈ ഒരു 3 വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ലാറ്ററൽ എൻട്രി വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റ് വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആദ്യം തന്നെ പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. നിങ്ങൾ റെഗുലർ വിഭാഗത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് +2-ൻ്റെ മാർക്ക് ഷീറ്റ് ആവശ്യമാണ്. അതായത് മാർക്ക് ഷീറ്റ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് ഷീറ്റ് മതി. അതല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത്, റെഗുലർ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് SSLC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതായത് SSLCയുടെ മാർക്ക് ലിസ്റ്റ് ആണെങ്കിലും അത് മതിയാകും. കാരണം പല വിദ്യാർത്ഥികളും SSLC സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, മാർക്ക് ഷീറ്റ് മതിയോ എന്ന് ചോദിക്കും. മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ SSLC സർട്ടിഫിക്കറ്റ് കിട്ടുമോ, അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ് കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈവശം SSLCയുടെ മാർക്ക് നിങ്ങൾക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് മതിയാകും. അതുപോലെ തന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് ആധാർ കാർഡിൻ്റെ നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. SC ST OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക, മറ്റുള്ളവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. അതുപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മതിയാകും. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അതിൽ കാസ്റ്റും ഉണ്ടാകും, ഇൻകവും ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ EWS വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾ NCC SPC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതുപോലെ പല ഇനങ്ങൾക്കുള്ള വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ട കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൈവശം നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ കൈവശം എന്തൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് പുതിയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കി വയ്ക്കുക. ഇനി ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഓൺലൈനായിട്ട് ആണ് അപേക്ഷയുള്ളത്. റെഗുലർ വിഭാഗത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് 200 രൂപയാണ് ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. ലാറ്ററൽ എൻട്രി വിഭാഗമാണെങ്കിൽ 400 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. SC ST OEC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഫീസിൽ കൺസെഷൻ ഉണ്ട്, അതായത് ഫീസ് കുറവാണ് അപേക്ഷിക്കുന്നതിനായിട്ട്. ഇനി ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണെന്ന് പറയാം. മെയ് 17-ാം തീയതിയോടെ അപേക്ഷ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തെറ്റരുത്, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ അപേക്ഷിക്കാം നോക്കാം. അപേക്ഷയുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ +2 സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ ജയിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെഗുലർ വിഭാഗത്തിലും അതുപോലെ തന്നെ റെഗുലർ വിഭാഗത്തിൽ 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടും ലാറ്ററൽ വിഭാഗത്തിൽ നിങ്ങളുടെ +2-ൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ പഠിച്ചതുകൊണ്ട് അതിൻ്റെ യോഗ്യത വെച്ച് ലാറ്ററൽ വിഭാഗത്തിലേക്കും 2 സെപ്പറേറ്റ് അപേക്ഷകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. 10ാം ക്ലാസ് ജയിച്ച
ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ റെഗുലർ വിഭാഗത്തിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി +2 തോറ്റ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും റെഗുലർ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ റെഗുലർ വിഭാഗത്തിൽ അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലും അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഗുലർ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഓരോ പോളിടെക്നിക് കോളേജിലും ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്ന് അറിയുന്നതിനായിട്ട് ഈ ഒരു പോളി വെബ്സൈറ്റിലെ polyadmission.org വെബ്സൈറ്റിലെ റെഗുലർ വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ ഡൗൺലോഡ്സ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ഓരോ പോളിടെക്നിക് കോളേജിലുള്ള കോഴ്സുകളുടെ കോഡുകളും കാണാൻ പറ്റും. ആ ഒരു കോഴ്സ് കോഡുകളുടെ ഫുൾ ഫോം അറിയണമെങ്കിൽ പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് എന്നുള്ള അനക്സർ 2 ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓരോ കോളേജിലെ ഓരോ കോഴ്സിൻ്റെയും കോഡിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് കാണാം. ഇപ്പോൾ ME എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ EE എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സ് കോഡുകളും അതിൻ്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ VHSC കോഴ്സസ്, അതുപോലെ തന്നെ VHSC കോഴ്സ് പഠിച്ചവർക്ക് റിസർവേഷൻസ് ഉണ്ട് VHSC കോട്ടയിൽ. അതുപോലെ സ്പെഷ്യൽ റിസർവേഷൻസ്, അതുപോലെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഫോം, അതുപോലെ തന്നെയുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമാറ്റുകൾ ഡൗൺലോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ആ ഒരു കാര്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതേപോലെ വയലറ്റ് കളറിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ. അത് ചെയ്ത ശേഷം പിന്നീടുള്ളതാണ് പേയ്മെൻറ്റ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് ഈ ഒരു പേജിൽ വരും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നീടാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ളത്. അത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ കാണാം. അതിന് പകരം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യാനുള്ള മറ്റൊരു ലോഗിൻ വരും. അപ്പോൾ ആ ഒരു ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഈ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യും മുമ്പായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് സൂക്ഷിച്ച് വെക്കാനും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, ആ ഒരു പോളിടെക്നിക് കോളേജ്, അതുപോലെ തന്നെ ആ ഒരു പോളിടെക്നിക് കോളേജിൽ ഏത് ബ്രാഞ്ചിലേക്കാണ്, ബ്രാഞ്ച് എന്ന് വെച്ചാൽ പോളിടെക്നിക് കോളേജിൽ കോഴ്സുകൾക്ക് ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഏത് പോളിടെക്നിക് കോളേജിൽ ഏത് കോഴ്സുകൾക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാനത്തെ ഏത് പോളിടെക്നിക് കോളേജിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പോളിടെക്നിക് കോളേജിലെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനുകൾ നൽകാം. ഇങ്ങനെ ഓപ്ഷനുകൾ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നൽകി ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് അപേക്ഷയിലെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും മറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, നൽകിയ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങളത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നോക്കുക. അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമായിട്ട് വരും. വിദ്യാർത്ഥികൾ ഈ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഇനി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച ശേഷം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഗവൺമെൻറ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്, എയ്ഡഡ് കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും ഫീസ് കുറവായിരിക്കും, സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിഫോം, ബുക്ക്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയിട്ട് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. എന്നാൽ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 50,000 രൂപയൊക്കെ നിങ്ങൾക്ക് വാർഷിക ഫീസ് ഇനത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ചാണ് ഈ ഒരു രീതിയിൽ ഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ മുൻഗണന നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക്
താല്പര്യമുള്ള കോഴ്സ് സെൽഫ് ഫിനാൻസിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതും നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളോ മാറ്റങ്ങളോ വരുത്തേണ്ടതുണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻസ് ചേഞ്ചസ് ഉൾപ്പെടെ നിങ്ങളുടെ അപേക്ഷയിലെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ തിരുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ പേര് തിരുത്താൻ പറ്റുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് നൽകുമ്പോൾ വളരെ കൃത്യതയോടുകൂടി നൽകാൻ ശ്രദ്ധിക്കുക, തെറ്റിപ്പോവരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഈ ഒരു നിങ്ങളുടെ ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒഴികെ ബാക്കിയുള്ള ഏതൊരു വിവരം നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ഇങ്ങനെ തിരുത്തിയതിന് ശേഷം ചിലപ്പോൾ ബേസിക് ഡീറ്റെയിൽസും തിരുത്താനുള്ള സൗകര്യം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതും തിരുത്താം. എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റാതെ നൽകാനായിട്ട് വിവരങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഈ രീതിയിൽ തിരുത്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനുശേഷം പിന്നീട് വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ പോയിട്ട് പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം. അത് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജ് ഏതാണോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയ വേറെ പോളിടെക്നിക് കോളേജ് ആണെങ്കിലും അവിടേക്ക് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അത് ടെമ്പററി അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ച് അതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ നൽകും. ഇങ്ങനെ ടെമ്പററി അഡ്മിഷൻ നേടിയ ശേഷം അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർ നേരത്തെ പറഞ്ഞതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു കോളേജിൽ തന്നെ പോയിട്ട് വീണ്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജിലേക്ക് ചേഞ്ച് കിട്ടുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് കിട്ടിയ കോളേജിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എവിടെ കിട്ടിക്കഴിഞ്ഞാലും അവിടെ ടെമ്പററി അഡ്മിഷനിൽ തുടരുന്നവരും പുതിയ കോളേജിൽ കിട്ടിയവരും ആദ്യമായിട്ട് കിട്ടിയവരും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എടുക്കേണ്ടത്. ഇങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഇതിന് ശേഷം നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ, അതുപോലെ നോഡൽ പോളിടെക്നിക് കോളേജ് സ്പോട്ട് അഡ്മിഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗം സ്പോട്ട് അഡ്മിഷനുകളാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിന് പകരം നോഡൽ പോളിടെക്നിക് കോളേജ് സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു അതായത് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടാണ് നടക്കുക. ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജിലെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് അതുവരെ അപേക്ഷിച്ച വിദ്യാർത്ഥികളും അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളും പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതും അതുപോലെ തന്നെ ഓൾറെഡി ഈ പോളിടെക്നിക് കോളേജിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തവർ അഡ്മിഷൻ നേടിയവർ എന്നിവർക്ക് ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നോഡൽ പോളിടെക്നിക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് വരും. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ നൽകി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതായത് നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിൽ പങ്കെടുക്കേണ്ടവർക്ക് അതിനനുസരിച്ച് ഒന്നിലധികം പോളിടെക്നിക് കോളേജ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് ഒന്നിലധികം ജില്ലയിലേക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ തന്നെ ചെയ്യേണ്ടതും അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതും ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂളായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് ഏത് ദിവസമാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്ത് ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ ആ ഒരു പറയുന്ന ടൈമിനുള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതും ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടിയവർക്കും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുക്കാവുന്നതും അതിനുശേഷം കോളേജ് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതിയ കോളേജിലേക്ക് മാറാവുന്നതുമാണ്. ഇതിനുശേഷം നടക്കുന്നതാണ് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നീടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ പോളിടെക്നിക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതത് പോളിടെക്നിക് കോളേജുകളിൽ അതായത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എല്ലാവിധ പോളിടെക്നിക് കോളേജിലേക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ നടത്താവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൽ എപ്പോഴാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ആ ഒരു ദിവസം കൃത്യമായിട്ട് പോയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ നിലവിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് ഒരു റെസീപ്റ്റ് തന്നിട്ടുണ്ടാകും. ആ ഒരു റെസീപ്റ്റും നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് പോയിട്ട് പങ്കെടുക്കാവുന്നതും നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അതായത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ അഡ്മിഷൻ നേടാവുന്നതുമാണ്. ഈ ഒരു രീതിയിൽ സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത് വരെ ഈ ഒരു രീതിയിൽ നോഡൽ പോളിടെക്നിക്
സ്പോട്ട് അഡ്മിഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷനും നടത്തപ്പെടും. കൂടുതൽ സ്പോട്ട് അഡ്മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതുവരെ അപേക്ഷിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി പോളിടെക്നിക് കോളേജിൽ സീറ്റ് ഒഴിവുണ്ടാവുന്ന സാഹചര്യത്തിൽ അതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് കൂടി 10ാം ക്ലാസ് യോഗ്യതയോ അതല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വിഭാഗമാണെങ്കിൽ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ടും ആ ഒരു ഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ നേടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.